ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി സ്റ്റോറിൽ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചാലേ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. കുറച്ച് കാശൊക്കെ നിൻ്റെ കയ്യിലും വേണോടി എന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കാട്ടോ നമ്മുടെ ദേവിയോട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേവി പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഞാൻ അങ്ങനെ അച്ഛനെ ചതിക്കില്ല, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, പൈസയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പം തന്നെ ഇവിടെ ശ്രീകലയ്ക്ക് നല്ല ദേഷ്യം വരാണ് കേട്ടോ. എന്നിട്ട് ഫോണും കട്ട് ചെയ്തിട്ട് നമ്മുടെ വിദ്യയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, കണ്ടോടി നിൻ്റെ ചേച്ചി വലിയ ആളായിട്ടാണ് ഇപ്പോൾ സംസാരമൊക്കെ. അവൾ എന്ന് മുതലാണ് ഇത്ര വലിയ പുണ്യവതി ആയെന്നൊന്നും എനിക്കറിയില്ല. എന്നിട്ട് അവൾ അച്ഛനെ കുറ്റം പറയുന്ന കണ്ടില്ലേ, കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ അവരെല്ലാവരും കൂടെ മയക്കി എടുത്തേക്കുന്നതാണ് തോന്നണം അവളെ എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ വിദ്യ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ, അമ്മ സമാധാനപ്പെട്, ഗോമതി സ്റ്റോറിൽ ഇപ്പം അങ്ങോട്ട് ചെന്ന് കയറിയല്ലേ ഉള്ളൂ, ചേച്ചി പതിയെ പതിയെ അതൊക്കെ ചെയ്തോളും, അമ്മ സമാധാനിക്കുന്നു. ഇല്ലെങ്കിൽ അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ വേണ്ടതെന്ന് എന്നൊക്കെ ഇങ്ങനെ ശ്രീകല പറയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മീനാക്ഷി ആകാശം കൂടെ ചെറിയ തർക്കത്തിലാണ്. കാരണം രാവിലെ തന്നെ കടയിൽ പോകാൻ ആകാശം നല്ല മടിയുണ്ട്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ട് ഇനിയിപ്പോൾ മടി കാണിച്ചിട്ടൊന്നും കാര്യമില്ല, കടയിൽ പോയേ പറ്റുള്ളൂ, എനിക്കും ദേഷ്യമുണ്ട് എൻ്റെ അച്ഛനെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞതിൽ, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ, ഇവരെങ്ങനെയെങ്കിലും കടയിൽ വരുത്താതിരിക്കണം, അതാ വേണ്ടത് എന്ന് ആകാശ് പറയാം. എൻ്റെ പൊന്നാകാശെ, അച്ഛൻ അവർക്ക് സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം ഒരിക്കലും നടക്കില്ല. അതാ കാര്യം, അച്ഛൻ്റെ ഈ സപ്പോർട്ട് ഇല്ലാതാക്കണം, അതിനു വേണ്ടി ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഞാനിനി അതിനുള്ള തയ്യാറെടുപ്പില്ല, നോക്കിക്കോ, അവരെ ഞാൻ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് ആകാശ് പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ മീനാക്ഷി പറഞ്ഞിട്ട് നമുക്കിനി ജോലിക്ക് പുറത്ത് പോകാൻ നേരമായില്ലേ ജോലിക്കൊക്കെ, ഇനിയിപ്പോൾ ഇതിന് സംസാരിച്ച് നിൽക്കേണ്ട കാര്യമില്ല ആകാശേ, നമുക്ക് പോവാമെന്ന് പറയാം. തൊട്ടപ്പുറത്തുനിന്നുണ്ട് നമ്മുടെ മിത്ര വലിയ ടെൻഷനിലാണ് കേട്ടോ. ഈ മിത്രയുടെ ടെൻഷൻ കുറയണേ ഇല്ലല്ലോ, ഇതിൻ്റെ ആ കാര്യം അറിയാതെ ഇനി എന്നാണ് ടെൻഷൻ കുറയുക. അങ്ങനെ മിത്ര പതിവ് പോലെ തന്നെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആര്യനോട് പറയാനുണ്ട്. മിഥുൻ്റെ കാര്യം തന്നെയാണ്. അവസാനം ആര്യനും പതിവ് പോലെ നല്ല ദേഷ്യം വരാണ്. നീ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ അവൻ എവിടെയുണ്ട് നീ അന്വേഷിച്ച് നടക്ക്, അല്ല ഞാൻ എന്ത് ചെയ്യുക എന്നിട്ട് നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തോ, അല്ലെങ്കിൽ കീഴടങ്ങി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇനി ഒന്നും പറയണില്ല എന്ന് പറയാം, വഴക്കൊടുക്കട്ടോ. അങ്ങനെ മിത്ര അത് കേട്ട് ഒരുപാട് കരയാണ്. എന്നിട്ട് പിന്നെ ആര്യൻ പോട്ടെ സാരയില്ല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ആര്യനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മിത്ര. കാരണം ഒരു ആശ്വാസം ആര്യൻ മാത്രമല്ലേ ഉള്ളൂ, ആകെ പേടിച്ച് വരച്ച് തന്നെയാണ് മിത്ര ഇരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ആര്യനോട് പറയുന്നുണ്ട്, ആര്യ എനിക്കിവിടെ കിടക്കാനും നല്ല പേടിയുണ്ട്, ഞാൻ ആര്യൻ്റെ കൂടെ തന്നെ കിടന്നോളാം, അതിനെന്താ വന്ന് കിടന്നോ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ആ ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോവാട്ടോ. പിന്നെ മിഥുൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് മാറിയിട്ടുണ്ടല്ലോ തൊട്ടപ്പുറത്ത് അലോക്. കുറേ നാളായിട്ട് മിഥുനെ ഫോണിൽ വിളിച്ചിട്ടൊന്നും കിട്ടാഞ്ഞിട്ട് തന്നെ അലോക് വല്ലാത്ത ടെൻഷനിലും ആണ് കേട്ടോ. അങ്ങനെ രാജശ്രീയോടും അച്യുതനോടൊക്കെ പറയുന്നുണ്ട്, അവൻ എന്താ ഫോൺ എടുക്കാതെന്ന് അറിയില്ലല്ലോ, അങ്ങനെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അവൻ ഫോൺ എടുത്ത് കാര്യം പറയുന്നതാ. ഇതിപ്പോൾ ഒരാഴ്ചയോളം ആവുന്നില്ലേ, ഇവൻ്റെ ഒരു അറിവും ഇല്ലല്ലോ, എവിടെ പോയി അന്വേഷിക്കും, ഇനി അവൻ്റെ വീട്ടിലെങ്ങാനും ഞാൻ പോയി അന്വേഷിച്ചാലോ, അതോ പോലീസിലുള്ള പരാതി കൊടുക്കണോ എന്നൊക്കെ ഇങ്ങനെ അലോക് സ്വയം പറയുക കേട്ടോ അവരോട്. അപ്പോൾ നമ്മുടെ അച്യുതൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ചാടിക്കരൊന്നും ചെയ്യണ്ട, നീ അവൻ്റെ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിക്കുക, അത് കഴിഞ്ഞ് പോലീസിലൊക്കെ അറിയിച്ചാൽ മതി. അതാ നല്ലത്, എന്തായാലും അങ്ങോട്ട് പോയി ഞാൻ അറിയിക്കാം. അങ്ങനെ രാവിലെ തന്നെ ഇപ്പോഴത്തെ ദേവമംഗലത്തിലുള്ള എല്ലാവരും അവരവരുടേതായിട്ടുള്ള ജോലിക്കും കാര്യങ്ങൾക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നിറങ്ങുമ്പോൾ നമ്മുടെ ദേവിയും വന്നിട്ടുണ്ട്. അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട്, ദേവി മോളെ നീ ആദ്യം കടയിലേക്ക് ചെന്നോ, ഞാൻ പുറകെ വന്നോളാം, എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുള്ള ഒരാളെ കാണാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ കടയിലേക്ക് വന്നോളാം കേട്ടോ. പിന്നെ ഗോമതി എന്തെങ്കിലും ചോദിക്കുക കേട്ടോ. ഗോമതി ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോയി എന്ന് പറയാണ് നമ്മുടെ ധർമ്മൻ. ഇന്നെന്താ അമ്പലത്തിൽ ഇത്ര വിശേഷം, ആരോടും പറയാതെ അവൾ എന്തിനാ പെട്ടെന്ന് പോയത് എന്ന് ചോദിക്കുമ്പോൾ ദേവി പറഞ്ഞു കൊടുക്കുകയാണ്, സാരിയില്ല അച്ഛാ, എന്തെങ്കിലും സ്പെഷ്യൽ പൂജയോ അങ്ങനെ എന്തെങ്കിലും കാണും അമ്മയ്ക്ക്, അതുകൊണ്ടാവും അമ്മ പെട്ടെന്ന് പോയത്. ശരി, പക്ഷേ ഇത് രാവിലെ തന്നെ ദേവി കടയിൽ പോണത് കാണാനുള്ള മടി കൊണ്ടാണ് നേരത്തെ തന്നെ അമ്പലമെന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കേട്ടോ. അത് മീനാക്ഷിക്കറിയാം, മീനാക്ഷി അത് ആകാശിനോട് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അപ്പോഴാണ് മീനാക്ഷി ആകാശമൊക്കെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി വരുന്നത്. പെട്ടെന്ന് തന്നെ ആകാശിനോട് വലിയ ഗമയിൽ നമ്മുടെ ദേവി പറയാണ്, ആകാശേ പെട്ടെന്ന് തന്നെ നീ കടയിൽ എത്തിക്കണം കേട്ടോ, താമസിക്കില്ലേ. അത് കേൾക്കുമ്പോൾ ആകാശിന് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ, ഞാൻ ഇപ്പോൾ പറഞ്ഞു, നിങ്ങളാരും പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് പെണ്ണി പോലെ കാണിക്കാം. അപ്പോൾ ആലോചിക്കണം, എന്താടാ നിനക്കൊരു വിഷമം പോലെ, ഒന്നുമില്ല എന്നും പറഞ്ഞ് എന്തോ പറയാൻ വാറങ്ങുമ്പം ഉടനെ മീനാക്ഷി പറഞ്ഞിട്ട്, ആകാശ് മതി സംസാരിക്കേണ്ട, നമ്മളൊരു വഴിക്ക് ഇറങ്ങുമല്ലേ, പോവാം എന്നും പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ ദേവി പറഞ്ഞു കൊടുക്കുകയാണ്, എന്താ ആകാശം നീ ഇങ്ങനെ സംസാരിക്കണത്, പിന്നെ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പറയണത്, നമ്മുടെ കടയ്ക്ക് വേണ്ടിയിട്ടും നമുക്ക് വേണ്ടിയിട്ടും, അല്ലാതെ എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ മീനാക്ഷിയുടെ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ടായിരിക്കും എന്നോട് ദേഷ്യമല്ലേ, പിന്നെ
ദേ ഏട്ടത്തി മിണ്ടാതിരിക്കും, ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട. അല്ല ശരിയാണ്, പക്ഷെ നമ്മൾ ഈ കാര്യം പറഞ്ഞ് കഴിഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ, വേണ്ട, ഈ സംസാരമെല്ലാം പറഞ്ഞ് കഴിഞ്ഞതാണെന്ന് ഇപ്പോൾ പറഞ്ഞില്ലേ, പിന്നെ അതിനെ പൊക്കിക്കൊണ്ട് വരണ്ട, ഞങ്ങൾക്കിത് കേൾക്കാനുള്ള സമയമില്ല എന്നും പറഞ്ഞ് ആകാശിനെ വിളിച്ച് മീനാക്ഷി അവിടുന്ന് പോവാട്ടോ. അങ്ങനെ ഒരുമാതിരി ചമ്മിയായി പോയി കേട്ടോ നമ്മുടെ ദേവിയും ബാലനും എല്ലാവരും കൂടെ കടയിലേക്ക് പോയിട്ട് ഇറങ്ങണം. അപ്പോൾ പോകുന്ന വഴി തന്നെ നമ്മുടെ ആര്യന് ചെറിയൊരു സംശയം. ആര്യൻ പോകുമ്പോൾ ആര്യൻ്റെ തൊട്ട് ബാക്കിൽ മിഥുൻ്റെ ബൈക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണുക കേട്ടോ. അങ്ങനെ ആര്യം വിചാരിക്കണത് അത് ശരിക്കും മിഥുൻ തന്നെയാണെന്ന്. അപ്പോൾ മിഥുൻ ജീവിച്ചിരിപ്പുണ്ടോ, മിഥുൻ്റെ വണ്ടിയാണല്ലോ. അങ്ങനെ മിഥുൻ ആകെ പേടിച്ച് പറിച്ച് ഓടി വന്ന് കൂട്ടുകാരനോടൊക്കെ പറയുക കേട്ടോ. എന്നിട്ട് മിത്രയെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. മിത്രേ, ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ മിഥുനെ കണ്ടു, അവൻ തന്നെയാണ്, അവൻ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ മിത്ര വീണ്ടും പേടിക്കുക. അപ്പോൾ ആര്യനോട് പറയാം, അപ്പോൾ അവൻ ഇനി വീണ്ടും നമ്മളെ അന്വേഷിച്ച് വരില്ലേ, അപ്പോൾ നോക്കാം, നീ ധൈര്യമായിട്ടിരിക്കുക. അപ്പോൾ നിനക്കിപ്പോൾ സമാധാനമായില്ലേ? ഇല്ല, എനിക്കിപ്പോൾ സമാധാനം ആയിട്ടില്ല ആര്യ, കാരണം ഇപ്പം ഇനി വേണം നമ്മൾ കൂടുതൽ പേടിക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്തായാലും ആര്യനൊന്നെങ്കിൽ വാ, നേരിട്ട് കണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസമാവും. ശരിയെന്ന് പറയാട്ടോ. അങ്ങനെ നേരെ ബാലൻ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടറെ കണ്ട് സംസാരിക്കാനുണ്ടോ. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, എനിക്ക് ആ ചെറുപ്പക്കാരനൊന്ന് കാണണം, പോരാഞ്ഞിട്ട് അവൻ്റെ ഒരു കവറോ പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്, അതും കൂടെ ഞാൻ തിരിച്ചേൽപ്പിക്കാനാണ് വന്നത്. അത് ബാലൻ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ പോരെ? ഇല്ല, ഞാൻ ഡോക്ടറെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി വന്ന, ഡോക്ടർ പോലീസിന് കൊടുത്താൽ മതി. ശരി, എന്നാൽ പിന്നെ ഇങ്ങനെ തന്നേരെയെന്ന് പറഞ്ഞാൽ അതങ്ങ് കൊടുക്കുക കേട്ടോ. അത് കയ്യിൽ ആ പേഴ്സ് വാങ്ങണതും സിസ്റ്റർ ഓടിക്കൊണ്ട് പറയുന്നുണ്ട്, അയ്യോ ഡോക്ടറെ, ഒരു പേഷ്യൻ്റ് തീരെ തലകറങ്ങി വീണിട്ടുണ്ട്, പെട്ടെന്ന് ഓടി വരണമെന്ന്. അങ്ങനെ ഡോക്ടർ അത് വാങ്ങാതെ ഓടി പോവുക. ഈ സമയം ഡോക്ടർ വരുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യുവാണ് ബാലൻ. ആ സമയത്ത് പതിയെ ആ പേഴ്സിൽ എന്താ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ബാലൻ അന്തം വിട്ട് പോകാട്ടോ. കാരണം മിത്രയുടെ ഫോട്ടോയാണ് മിഥുൻ്റെ ആ ഒരു പേഴ്സിലിരിക്കുന്നത്. അത് കാണുമ്പോൾ ബാലൻ ആലോചിക്കണം, മിത്രയോ, ഇതെങ്ങനെ ഇവൻ്റെ പേഴ്സിൽ വന്നു, ഇവർ തമ്മിൽ എന്താ ബന്ധം എന്നും പറഞ്ഞ് ആലോചിക്കാട്ടോ. അങ്ങനെ ആ ഒരു ഫോട്ടോ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് എടുത്ത് മാറ്റാം എന്നും പറഞ്ഞ് ആ ഫോട്ടോയിലേക്ക് കൈവയ്ക്കണമെന്ന് ഡോക്ടർ തിരിച്ചു വരും കേട്ടോ. വന്ന പാടെ പറയുന്നുണ്ട്, ബാല പേഴ്സിങ് തന്നേരം, ഞാൻ തന്നെ പോലീസിൽ ഏൽപ്പിച്ചോളാം, അത് അതിൻ്റെ ശരിയെന്ന് പറയാം. അങ്ങനെ നിർബന്ധപൂർവ്വം ആ ഒരു പേഴ്സ് ഡോക്ടർ തിരിച്ച് വാങ്ങുകയാണ്. ബാലൻ ഇത് കണ്ട് ആകെ ടെൻഷനാവും കേട്ടോ. എന്നിട്ട് അയാൾ വീണ്ടും സർജറി റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് ബാലനോട് പറഞ്ഞോണ്ട്, നിങ്ങൾ പോയി പേഷ്യൻറ്റിനെ കണ്ടോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളല്ലേ ഇവിടെ കൊണ്ടെത്തിച്ചത്, അതുകൊണ്ട് നിങ്ങൾക്ക് പോയി കാണാം എന്നും പറയും. അങ്ങനെ ബാലൻ നേരെ സംശയത്തോടു കൂടി ചെല്ലുക കേട്ടോ. ചെന്ന് അടുത്ത് നിന്നും ഇതിന് കുറേ നേരം നോക്കിയിട്ട്, ഇവൻ ആരാ, എന്താ, ഇവൻ എങ്ങനെ മിത്രയായിട്ട് പരിചയം, എടാ എണീക്കടാ എന്നും പറഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന മിഥുനെ ചെന്ന് കുലുക്കി വിളിക്കുക കേട്ടോ. അങ്ങനെ കുറേ തവണ എടാ എണീക്കടാ എന്ന് പറഞ്ഞ് വിളിക്കുന്നതും ഇവിടെ ഡോക്ടർ അങ്ങോട്ട് കയറി വരുമ്പോൾ ഇതാണ് കാണുന്നത്. അയ്യോ, നിങ്ങൾ എന്ത് പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത്, എന്താ നിങ്ങൾ ചെയ്യണേ? അല്ല ഡോക്ടർ, അത് ഞാൻ ഇവനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ മോനെ പോലെയാണ് തോന്നുന്നത്, അപ്പോൾ ഇവനിങ്ങനെ കിടന്നിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ ഒന്ന് ഉണരും, അങ്ങനെ എനിക്ക് ഒന്ന് വിളിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. അത്രയേ ഉള്ളൂ, ഇത്രയ്ക്ക് സ്നേഹമാണോ നിങ്ങൾക്ക് അയാളോട്? എൻ്റെ മോനുമൊക്കെ ഇതേ പ്രായമല്ലേ സാറേ, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ദത്തെടുക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. ശരി, എന്നാൽ പിന്നെ നിങ്ങൾ പൊക്കോ എന്ന് പറയും. അങ്ങനെ ബാലൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വല്ലാത്തൊരു ടെൻഷനും വിഷമവും കേട്ടോ. കാരണം മിത്രയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് മനസ്സിലായി. എന്നിട്ട് ആശുപത്രിയിൽ പുറത്ത് വന്നിരുന്നിട്ട് ആലോചിക്കണം, എന്താവും കാര്യം. അന്ന് ആര്യൻ ഇത്രയും കൂടെ ഭയങ്കര വെപ്രാളത്തിലും ടെൻഷനിലും എവിടെ പോയിട്ട് വരുമ്പോഴാണല്ലോ ഞാൻ കാണുന്നത്. അതും ഈ പയ്യൻ അപകടത്തിലായ ആ സ്ഥലത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കാണുന്നത്. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണോ? ആര്യനും ഇത്രയും അന്ന് വല്ല അടിപിടി കേസോ അങ്ങനെ എന്തെങ്കിലും. അന്ന് ആര്യൻ്റെ കൈയും മുറിഞ്ഞിരുന്നു, എന്നിട്ട് ബൈക്കിൽ നിന്ന് വീണതാണെന്നാണ് പറഞ്ഞത്. അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് ബാലനാകെ ഒരു വെപ്രാളം. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇവരന്ന് കല്യാണം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗുരുവായൂർ പോയി. അവിടെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞ് തിരിച്ചു വരികയും ചെയ്തു. ആര്യന് ഒരുമിച്ചാണ് പോയെന്ന് പറഞ്ഞിട്ട് ആര്യനും ഇത്രയും ഒരുമിച്ച് വേറെ വന്നു. മീനാക്ഷിയും ഗോമതിയും വേറെയാണ് അന്ന് വന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ അറിയാവുന്ന എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ദൈവമേ, ഞാൻ ഏറ്റവും വലിയ പ്രശ്നത്തിൽപ്പെട്ടാണോ ഇരിക്കുന്നത്? എൻ്റെ ആര്യനും ഇത്രയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോവുകയാണോ എന്നൊക്കെ പേടിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് ആ ആശുപത്രിയിൽ പുറത്തിറങ്ങിയിരുന്ന് ബാലനെ ആലോചിക്കട്ടെ. എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.